മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എന്തായിരുന്നു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? മാക്സിമ അല്ലെങ്കിൽ മിനിമ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ സ്റ്റെപ്സ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അവൻ്റെ പേര് തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നാണ്. എന്നിട്ട് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ലേ, ഇവനെ 0 ഇക്വേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവെ മറന്നു പോകരുത്. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. എക്സിന് ഒരു വാല്യൂ കിട്ടും. ഇനിയിപ്പോൾ എക്സിന് എ എന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ എക്സിന് എ എന്ന് പറയുന്ന കിട്ടിയ വാല്യൂ നമ്മൾ എഫ് ഡാഷ് എക്സിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ഇത് എഫ് ഡാഷ് എക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? എഫ് ഡാഷ് എ ആയിരിക്കും. ഇപ്പോൾ 3 ആണ് എക്സിന് കിട്ടുന്നതെങ്കിൽ എഫ് ഡാഷ് 3 കണ്ടുപിടിക്കണം. അത് ഒന്നെങ്കിൽ പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ 0 വരാം. പോസിറ്റീവ് കിട്ടിയാൽ, ശ്രദ്ധിച്ചോളെ, പോസിറ്റീവ് കിട്ടിയാൽ മിനിമ, മറക്കരുത്. പോസിറ്റീവ് കിട്ടിയാൽ തിരിച്ച് മിനിമ, നെഗറ്റീവ് കിട്ടിയാൽ മാക്സിമ. കേട്ടല്ലോ? 0 കിട്ടിയാൽ ടെസ്റ്റ് ഫെയിൽ ആവും. കേട്ടല്ലോ? ഇത്രേ ഉള്ളൂ. ഇനി വാല്യൂ കണ്ടുപിടിക്കാൻ ഈ മിനിമം കിട്ടിയ പോയിന്റ് ഇല്ലേ, അതായത് നമുക്കിപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന കിട്ടിയ പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് കൊണ്ടുപോയി എവിടെ ഇട്ട് കൊടുക്കുക? എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഇതേ കാണിച്ചു തരാം. എന്തേ ശ്രദ്ധിച്ചോ? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു 2x മൈനസ് 4. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു 2. കേട്ടല്ലോ? എന്നിട്ട് ഇതേ നോക്ക്, എഫ് ഡാഷ് എക്സ് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 2x മൈനസ് 4 ഈക്വൽ ടു 0. ഈ 4 അപ്പുറത്തേക്ക് പോയപ്പോൾ 2x ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഈ എക്സിൻ്റെ വാല്യൂ 2 നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. ഡബിൾ ഡാഷ് എക്സിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ 2 എന്ന് തന്നെ കിട്ടി. അത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ മിനിമ. കേട്ടല്ലോ? അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ മിനിമയാണ്. ഇനി വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എഫ് ഓഫ് എക്സ് കൊണ്ടുവരിക. എന്നിട്ട് ആ 2 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ -1 കിട്ടി. അപ്പോൾ മിനിമ എന്ന് പറയുന്ന പോയിന്റ് 2ലും വാല്യൂ -1. ഇത്രേ ഉള്ളൂ. സിമ്പിൾ.